പുതിയ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് ചില ജില്ലകളിൽ 2 ജില്ലാ പ്രസിഡന്റുമാരും മറ്റ് ജില്ലകളിൽ കുറച്ചുകൂടി വിപുലമായ വലിയ വിസ്തൃതിയുള്ള ജില്ലകളിൽ 3 പേരും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലകളിൽ ഒരാളുമാണ് ആ ജില്ലാ സംവിധാനത്തിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. മറ്റ് സംഘടനകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് 50 വയസ്സിൽ താഴെ പ്രായം പുതിയ തലമുറയെ നേതൃത്വ രംഗത്തേക്ക് കൊണ്ടുവരിക തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ബി ജെ പി ഈ രീതിയിലൊരു ക്രമീകരണം വരുത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, കൊല്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാവും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹികൾ നമ്മളുമായി സംവദിക്കുക. പുതിയൊരു സംഘടനാ സംവിധാനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ 2 മേഖലകളായി തിരിച്ചിട്ടാണ് ഇപ്പം 2 ജില്ലാ സെക്രട്ടറിമാരെ കൊല്ലം ജില്ലയിൽ തന്നെ, അതുപോലെ എല്ലാ ജില്ലയിലും ഉണ്ട്. അങ്ങനെ 2 സെക്രട്ടറിമാരാണ്, 2 പ്രസിഡൻറ്റുമാരാണ്. ബി ജെ പിക്ക് പ്രസിഡൻ്റാണ് പ്രധാനം. അപ്പം ഇതിനകത്തിപ്പം ശ്രീ പ്രശാന്ത് നമ്മുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡൻ്റാണ്. ശ്രീമതി രാജി പ്രസാദ്, വളരെ സന്തോഷമുണ്ട്, ഒരു വനിത ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. 2 ജില്ലകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷയാണ്. നമുക്ക് ഈസ്റ്റ് ജില്ലയിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. കുന്നത്തൂർ, പത്തനാപുരം, ചടയമംഗലം, പുനലൂർ, കൊട്ടാരക്കര. അപ്പോൾ ഈ 5 മണ്ഡലങ്ങളുടെ ചാർജാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ സംഘടനാപരമായിട്ട് നമ്മൾ നിയോജക മണ്ഡലം തലത്തിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഇനി ജില്ലാ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇനിയുള്ള ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2 വലിയ ദൗത്യങ്ങളാണ് മുന്നിലുള്ളത്. നിലവിൽ എല്ലാ പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് അത്യാവശ്യം ജനപ്രതിനിധികൾ, ഏതാണ്ട് ഈ 5 മണ്ഡലങ്ങളും കൂടി ഏതാണ്ട് 150ഓളം ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ അത് കൂടുതൽ ജനപ്രതിനിധികൾ ഉണ്ടാക്കുക, പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ ഭരണം പിടിക്കാൻ രീതിയിലുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, ഇതൊക്കെയാണ് ഇനിയുള്ള ലക്ഷ്യം. അതിനെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട്, മുഴുവൻ പ്രവർത്തകരെയും ഒരാളെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, അതിൻ്റെ ഫലം വന്നതിന് ശേഷമാണ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ചിട്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ 14 ജില്ലകളെ 30 സംഘടനാ ജില്ലകളായി പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി 30 സംഘടനാ ജില്ലകളായി ഉപയോഗിച്ചു. തിരുവനന്തപുരവും എറണാകുളവും തൃശ്ശൂരും 3 സംഘടനാ ജില്ലകളായും പത്തനംതിട്ടയും വയനാടും ഒരു നിലവിലുള്ള ജില്ല അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് ബാക്കിയുള്ള ജില്ലകളെല്ലാം തന്നെ 2ആയി തിരിച്ചു. ഇവിടെ സൂചിപ്പിച്ചു, കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കൊല്ലം വെസ്റ്റ്, കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, കുണ്ട്ര, അങ്ങനെ 6 നിയോജക മണ്ഡലങ്ങൾ എന്നുള്ള നിലയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈസ്റ്റ് മേഖലയെക്കുറിച്ച് ശ്രീമതി രാജി പ്രസാദ് ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മെ സംബന്ധിച്ച്, ബി ജെ പിയെ സംബന്ധിച്ച്, ഇപ്പം കേരളത്തിൽ ബി ജെ പിക്ക് 30 ജില്ലാ അധ്യക്ഷന്മാർ വരുന്ന സമയത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും അതിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ തലത്തിലുള്ള, ഇപ്പം 4 വനിതകളുണ്ട് ഇവിടെ സൂചിപ്പിച്ചു, 4 വനിതകൾ ബി ജെ പിയുടെ അധ്യക്ഷന്മാരായി കേരളത്തിൽ വന്നു, 3 ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വന്നു. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്തിട്ടുള്ള ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള പാർട്ടിയുടെ ഒരു കർമ്മപദ്ധതിയുടെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം കൊല്ലം കോർപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പറയാൻ കഴിയുന്നത് കൊല്ലം കോർപ്പറേഷൻ സംബന്ധിച്ചാണ്. അപ്പോൾ കൊല്ലം കോർപ്പറേഷൻ ഇന്ന് ഒരുപക്ഷെ നാഥനില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കൊല്ലം കോർപ്പറേഷൻ പോകുന്നത്. മേയറില്ല, ഡെപ്യൂട്ടി മേയറില്ല, അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനില്ല. അപ്പം നമ്മുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന സമയത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്ക് സീറ്റുകൾ കുറഞ്ഞു, എങ്കിലും നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതിനുശേഷം നടന്ന 3 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഹരിയാനയാകട്ടെ, മഹാരാഷ്ട്ര ആകട്ടെ, ഏറ്റവും അവസാനം നടന്ന ഡൽഹിയിൽ 27 വർഷത്തിന് ശേഷം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിന് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് കേരളത്തിലും ഒരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ്, രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്ന തിരിച്ചറിവിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയാം. കേരളത്തിലെ സംബന്ധിച്ചോളം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചോളം ഏറെ അഭിമാനകരമാണ്. ഒരു താമര ചിഹ്നത്തിൽ ഒരു ജനപ്രതിയെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം കേരളത്തിലെമ്പാടും 20% വോട്ടിലേക്ക് ഒരു ചരിത്രപരമായ നേട്ടത്തിന് ബി ജെ പിക്ക് കഴിഞ്ഞു. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ കാലാകാലങ്ങളായിട്ടുള്ള ഇടത് അല്ലെങ്കിൽ വലത് മാറി മാറി വരുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഭരണം, അതിന് മാറ്റം വന്നുകൊണ്ട് ബി ജെ പി കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലും കൊല്ലത്തും
മാറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമുക്ക് വലിയ മുന്നേറ്റം 1,00,000 നിന്ന് 1,62,000 വോട്ടിലേക്കുള്ള ഒരു വർധനവ് നമുക്കുണ്ടായി. അപ്പം കൊല്ലം വെസ്റ്റ് ജില്ലയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ 27 ഗ്രാമപഞ്ചായത്തുകൾ, ഓച്ചിറയിൽ നിന്ന് തുടങ്ങി കല്ലുവാതുക്കൽ അവസാനിക്കുന്ന 27 ഗ്രാമപഞ്ചായത്തുകൾ, 2 നഗരസഭകൾ, കൊല്ലം കോർപ്പറേഷനിലെ 55 ഡിവിഷനുകൾ ആണ് കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ളത്. അപ്പോൾ ഈ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പാർട്ടിയുടെ ജില്ലാധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഇവിടെ സൂചിപ്പിച്ചു, ബൂത്ത് തലം മുതൽ ദേശീയ തലം വരെയുള്ള ഭാരവാഹികളെ നിശ്ചയിക്കുന്ന ക്രമീകരണമാണ് നടക്കുന്നത്. ഇപ്പോൾ ജില്ല വരെ കഴിഞ്ഞു, സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും ഒക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ പാർട്ടിയുടെ കാര്യകർത്താക്കന്മാരെ സംബന്ധിച്ച്, നേതൃത്വം സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ്. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നവംബർ മാസം നടക്കാൻ പോകുന്നു. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊല്ലം വെസ്റ്റിലെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ തന്നെ പരമാവധി പഞ്ചായത്തുകൾ BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ പ്രവർത്തനം ബൂത്ത് തലം മുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ കർമ്മ പദ്ധതികളാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ, നമുക്കറിയാം, എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ, സാധാരണക്കാരായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുള്ള പദ്ധതികൾ. ഈ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രചാരകന്മാരായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏറ്റവും അവസാനത്തെ പൗരനിൽ വരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അതിതീവ്രമായ ഒരു പരിശ്രമമാണ് പാർട്ടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മുമ്പോട്ട് നമ്മൾ വെക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെയറിയാം, കൊല്ലം ജില്ലയുടെ പശ്ചാത്തലത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഏറ്റവും ശക്തിയുള്ള സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ചാത്തന്നൂർ, കരുനാഗപ്പള്ളി, കൊല്ലം, കുണ്ട്ര. ഈ 4 നിയമസഭാ മണ്ഡലങ്ങളും, ഒരുപക്ഷെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും BJP ശക്തമായ സ്വാധീനമുണ്ടെങ്കിൽ പോലും വരുന്ന 4 നിയമസഭാ മണ്ഡലങ്ങൾ ഉറപ്പായും BJPക്ക് ജയിക്കാൻ കഴിയുന്ന നിലയിലുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, 6 ഡിവിഷനുകളിലാണ് BJP ജയിച്ചിട്ടുള്ളത്. 15 സ്ഥലത്ത്, ആകെയുള്ള 55 ഡിവിഷനുകളിൽ 15 സ്ഥലത്ത് BJP 2ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്ത് വന്ന സ്ഥലങ്ങളിൽ തന്നെ 2ാം സ്ഥാനവും 3ാം സ്ഥാനവുമായി നേരിയ വ്യത്യാസമുള്ള നിരവധി വാർഡുകളുണ്ട്. അത് സൂചിപ്പിക്കുമ്പം തകർന്ന് പോയ ഒരു കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കേരളത്തെ സംബന്ധിച്ച് അവർ 2 രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 100 വർഷം പിന്നിടുന്നു അവരുടെ പ്രവർത്തനം. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഈ പ്രവർത്തനം ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുന്ന സമയത്ത് കേരളത്തിൽ BJPക്കും LDFനും ഓരോ സീറ്റാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായി നമ്മൾ മാറുന്നു. ഭരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എല്ലാ ബൂത്തുകളിലും കൊല്ലം ജില്ലയിലെ 1ാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി BJPയെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണ് പാർട്ടി പ്രവർത്തനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇല്ല, അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം, ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റമാണ് BJP ഉൾക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 4 വനിത, മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്രാവശ്യം 4 വനിതകളെ ജില്ലാ അധ്യക്ഷന്മാരാക്കി. അതോടൊപ്പം തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 2 പേര്, ഒന്ന് മലപ്പുറത്തും ഒന്ന് കൊല്ലം ഈസ്റ്റിലും. അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ 3 പേരെയും നമ്മൾ ഈ പ്രാവശ്യം ജില്ലാ അധ്യക്ഷന്മാരായിട്ട് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പറഞ്ഞതാണ്. അത് മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു ഇതാക്കിയെടുത്തത്. ഒരിക്കലും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകനാണ്. യുവമോർച്ച മുതൽ ഞങ്ങൾ ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വങ്ങളാണ്. നല്ല ബന്ധവുമുണ്ട്. അതൊരു തരം താഴ്ത്തിയല്ല പറഞ്ഞത്. ആ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അല്ല, അദ്ദേഹം പറഞ്ഞത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരാളെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷയായിട്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അല്ല, സ്ത്രീകൾ ഇപ്പം തന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും നമുക്ക് സ്ത്രീകളെ ചുമതലയിൽ പാർട്ടിയുടെ നിയോജക മണ്ഡല അധ്യക്ഷന്മാരായിട്ട്, പഞ്ചായത്തിലെ അധ്യക്ഷന്മാരായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ വനിതകൾക്ക് വേണ്ടുന്ന എല്ലാ പ്രാതിനിധ്യവും നൽകുന്നുണ്ട്. ഇപ്പം 4 വനിതകൾക്ക് തന്നു. അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് കൂടുതൽ തരത്തിലേക്ക് ഇനിയും കൊണ്ടുപോകും സ്ത്രീകൾക്ക്.
അതായത് തീരദേശ വാസികളുടെ ആശങ്ക അകറ്റുന്ന നിലയിലുള്ള ഒരു പഠനം. അതാണ് ഇപ്പോൾ തർക്കമായിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ആവശ്യമായ ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടത്താതെ ഇങ്ങനെ ഒരു ഖനനത്തിന് പുറപ്പെടുന്നത് യുക്തിസഹമല്ല എന്നാണ് മറ്റുള്ളവരുടെ ഈ ഇപ്പം നിലവിലുള്ള സമരം നടത്തുന്ന മുഴുവനും ആളുകളുടെയും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക. അല്ല, അതിനകത്തൊരു തീരുമാനം ഉണ്ടാവും. ഇതൊക്കെ ചെയ്തിട്ട് വേണ്ടേ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട ഇതുപോലെ അല്ല. പ്രോജക്റ്റിന് കടക്കുമ്പോൾ അല്ല, അതിൻ്റെ പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ ഒരു വരുമാനങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ. അല്ല, അതിൻ്റെ പ്രാഥമിക പഠനം നടത്തിയിട്ടുണ്ടാവും. അതിനെ സംബന്ധിച്ച് നടത്തിയതിനു ശേഷം ആയിരിക്കുമല്ലോ തീരുമാനം വരുന്നത്. അപ്പോൾ അതിനകത്ത് കേന്ദ്ര സർക്കാരിന് മാത്രമല്ല സംസ്ഥാന തലത്തിലും അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ബിജെപിയുടെ കൊല്ലം കൂടുതൽ വിശദമായ പഠനം നടത്തണം. ഇവിടുത്തെ ബെഞ്ചിലും ഇതുണ്ട്. ഈ കൊല്ലം പരപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ ഖനനം നടക്കാൻ പോവാം. അത് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ആശങ്കയിലാണ്. അതായത് ബിജെപിയുടെ കൊല്ലം ജില്ലയിലെ ബിജെപി നേതാക്കളുടെ അഭിപ്രായം തീരദേശവാസികളുടെ ആശങ്ക അകറ്റണം. അതിന് അവിടെ എന്താണ് അനുയോജ്യമായ കാര്യങ്ങൾ, അവരുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എന്താണെന്നുള്ളത് സർക്കാർ ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. മത്സ്യസമ്പത്തിനെ വലുതായി ബാധിക്കുമെന്നുള്ളതാണ് അവരുടെ ആശങ്ക. ഇത് കാരണം ഈ കൊല്ലം പരപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്. ആ ഭാഗത്ത് ഉണ്ടാകുന്നത് കൊല്ലത്തെ പോലും തിരഞ്ഞെടുത്തത് വലിയ തോതിൽ ബാധിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ തന്നെ മുന്നോട്ട് വന്നത് വാദം. ബിജെപിയുടെ നിലപാട് അല്ല, ആശങ്ക ആറ്റമെന്നുള്ളത് ഓക്കെ. അല്ല ബിജെപിയുടെ നിലപാട് ഞാൻ ചോദിക്കുന്നത് കടൽ ഖനനം ഇവിടെ ആവശ്യമാണോ? അല്ല, അത് വിശദമായ ഒരു പഠനം നടത്തണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത്. പഠനത്തിന് ശേഷം മാത്രം ഖനനം മതി എന്നുള്ളതാണ് ബിജെപിയുടെ നിലപാട്. അതിപ്പോൾ പറയാൻ പറ്റില്ല. നിലപാട് പറ. അല്ല, വിശദമായ പഠനം നടത്തണം. അതിനകത്ത് ജില്ലാ പ്രസിഡന്റ് പഠനം നടത്തുന്നതിന് മുമ്പ് ഖനനത്തിന് വന്നാൽ ബിജെപി എതിർക്കുമോ? കുറച്ചുകൂടെ ക്ലാരിറ്റി. അല്ല, അത് പാർട്ടി ആലോചിക്കേണ്ടി വരും. പാർട്ടി ഘടകം ആലോചിച്ച് ഒരു മറുപടി പറയും. ഈ കൊല്ലം തീരത്തെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്. മത്സ്യസമ്പത്ത് പോലെ തന്നെ പ്രധാനമാണ് കൊല്ലം തീരത്തേക്കുള്ള അല്ലെങ്കിൽ കൊല്ലത്തിന്റെ തീരപ്രദേശത്തുള്ള ഈ മണ്ണിന്റെ ഒരു ധാതുലവണത്തെ അടക്കമുള്ള പ്രത്യേകത. ഇത് ചൂഷണം ചെയ്യുന്നതിലൂടുണ്ടാകുന്ന വലിയ സമ്പത്ത് വേറെ തരത്തിലൂടുണ്ടാകും. സ്വകാര്യ മേഖലയിലടക്കം വലിയ തോതിൽ നേട്ടം കുറിക്കണം. ഇക്കാര്യത്തിൽ ബിജെപി മൗനമായി തന്നെ പോകുന്നതാണ്. അല്ല, അത് നിങ്ങൾ ഉദ്ദേശിച്ചത് കരിമണലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സമ്പത്താണത്. അപ്പോൾ ആ സമ്പത്ത് ഇപ്പോൾ ഭാരതത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും ഒരു പ്രധാനപ്പെട്ട സമ്പത്താണ്. അപ്പം അതെടുക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞതൊക്കെ അവിടെ അതിനെ എന്താണ് പ്രതിരോധിക്കാൻ പറ്റുന്നത്? ഇപ്പം പുലിമുട്ടുകൾ സ്ഥാപിക്കാം, അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ ചെയ്യാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് സർക്കാർ തന്നെയല്ലേ? ഈ 12 നോട്ടിക്കൽ മൈൽ അപ്പുറമുള്ള ചെടി പൂർണ്ണമായി നീക്കി അതിനകത്തുള്ള മണ്ണലാണ് ഖനനം ചെയ്യുന്നത്. ഈ ചെടി പൂർണ്ണമായി നീക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം പറഞ്ഞാൽ ഇതിന് മത്സ്യസമ്പത്തിന്റെ വലിയ ഇല്ലാതാവും. പൂർണ്ണമായി ഇല്ലാതാക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പക്ഷെ അത്രയും ഒരു 80% പോലും ഇല്ലാതായാൽ പോലും ഉണ്ടാകുന്ന വലിയ നഷ്ടം മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലില്ലാതാവുകയാണ്. അപ്പൊ തന്നെ ഈ ചൂടടിച്ചതോടെ തന്നെ അവർക്ക് കടലിൽ പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്, മഴ തുടങ്ങിയാൽ പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഈ ഖനനം കൂടെ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതിനേക്കാൾ വലുതായിരിക്കും. ആശങ്ക കേന്ദ്രത്തെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ജില്ലയിലെ ബിജെപി നോക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ബോധിപ്പിക്കുക തന്നെ ചെയ്യും. രണ്ട് ജില്ലാ പ്രസിഡന്റുമാരാണ് ഭാഗത്തും ഓഫീസ് ഉണ്ടാവുക. കൊട്ടാരക്കര തീർച്ചയായിട്ടും ഉണ്ടാവും. കൊട്ടാരക്കരയാണ് നമ്മുടെ സെൻട്രലിൽ വരുന്നത്. ഇപ്പോൾ കൊട്ടാരക്കര ഓഫീസ് തുടങ്ങാനാണ്. ഈ കൊല്ലം കോർപ്പറേഷനിലെ പല അഴിമതി ആരോപണങ്ങളും മുന്നോട്ട് കൊണ്ടുവരുന്നു. പക്ഷേ ഒരു തരത്തിൽ പോലും അതിനുള്ള നിഷേധങ്ങളോ ഒന്നും കാണുന്നില്ല. അതെന്തുവാണ്? പല കാര്യങ്ങളും നിങ്ങളുടെ കൗൺസിലർ ഗിരീഷാണെങ്കിൽ പോലും പലതും ഇതിൽ കൗൺസിൽ ഉന്നയിക്കുന്നു, പല കാര്യങ്ങളും മീഡിയയിൽ കൊണ്ടുവരുന്നു. പക്ഷെ അതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധമോ ഒന്നും കാണാനില്ല. അതൊരു സെറ്റിൽമെന്റ് ആണ്. എന്താണ്? ഇല്ല, കൊല്ലം കോർപ്പറേഷനെതിരെ ഒരു സന്ധിയില്ലാത്ത സമര പോരാട്ടത്തിന് BJP നേതൃത്വം കൊടുക്കും. അല്ലല്ല, ഉണ്ടാവും, വരും ദിവസങ്ങളെ ഉണ്ടാവും. വളരെ ശക്തമായ സമരങ്ങൾക്ക് BJP നേതൃത്വം കൊടുക്കും. ഈ സെൻട്രൽ ഗവൺമെന്റ് പല പദ്ധതികളുണ്ട്. അതായത് ഇപ്പോൾ PMRY പോലുള്ള അതായത് ഈ പിന്നെ ചെറുപ്പക്കാർക്കുള്ള തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഈ സാമ്പത്തിക സഹായങ്ങൾ പലതും ഇതൊന്നും താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുള്ള അതിന് വേണ്ടി പല ബാങ്കുകളെ ശ്രമിക്കും. ബാങ്കുകൾ അവരുടേതായ അവസരമാണ് മാറ്റം. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ കൊടുക്കാൻ പറ്റുന്ന സമയം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ ഘടകം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൊല്ലം കേന്ദ്രമാക്കി തന്നെ ഒരു സഹായ കേന്ദ്രം, കേന്ദ്ര സർക്കാർ പദ്ധതികൾ നേരിട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന നിലയിൽ ഒരു സഹായ കേന്ദ്രം തുടങ്ങുന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പം ആലോചിച്ചിട്ടുള്ളത്. അത് വരും ദിവസങ്ങളുണ്ടാവും. അപ്പോൾ നേരിട്ട് അവർക്ക് അവിടെ വന്ന് ഈ സഹായങ്ങളെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പറ്റും. ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലുള്ള സംവിധാനങ്ങളില്ലേ, ഇതൊന്നും ജനങ്ങളിൽ എത്തിയിട്ടില്ല. ഇല്ല. വളരെ ഗുണകരമായ കുറെ സംഭവങ്ങൾ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അത് നിങ്ങളുടെ സംവിധാനത്തിൽ പോലും ആൾക്കാർ പലർക്കും അറിയാൻ പറ്റും.
ഞാൻ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങും. പാർട്ടി പ്രവർത്തകർ മുന്നിട്ടിറങ്ങി ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും. നിലവിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം മുൻ ജില്ലാ അധ്യക്ഷന്മാരിങ്ങനെ വിട്ടുനിൽക്കുകയാണ്. അവരെയൊക്കെ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞു എല്ലാവരെയും കീഴടക്കി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അവരിപ്പോഴും സഹകരിക്കാതെ മാറി നിൽക്കുകയാണ്. ഇല്ല, രണ്ടുപേർ കൊട്ടാരക്കരയിലാണ് വലിയ പ്രശ്നം. കൊട്ടാരക്കര ചുമതല ഏറ്റെടുത്ത സമയത്ത് മുൻ ജില്ലാ അധ്യക്ഷന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. മുൻ ശിവദാസൻ ചേട്ടൻ, മുൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശിവദാസൻ ചേട്ടൻ ഉണ്ടായിരുന്നു, വൈക്കൽ മധു സാറുണ്ടായിരുന്നു, അതേപോലെ തന്നെ തുരുത്തിക്കര രാമകൃഷ്ണ സാറുണ്ടായിരുന്നു. എല്ലാവരുടെയും പൂർണ്ണ അനുഗ്രഹത്തോടു കൂടിയും അവരുടെ എല്ലാവരുടെയും പിന്തുണയുടെ ആശീർവാദത്തോടും കൂടിയാണ് അന്ന് ചുമതല ഏറ്റെടുത്തത്. ഇപ്പോഴും തുടർന്നുള്ള കാര്യങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. എവിടെയെങ്കിലും എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന വിഷയമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് അതെല്ലാം അവരുമായിട്ട് പറഞ്ഞ് ചർച്ച ചെയ്ത് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. കൊല്ലത്തും തീർച്ചയായിട്ടും ഏതാണ്ട് ചുമതലയേറ്റെടുക്കുന്ന ചടങ്ങിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ പരമാവധി ഏതാണ്ട് ഒരു നല്ലൊരു ശതമാനം അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. മുന്നോട്ട് അവരുമായിട്ട് എല്ലാ തരത്തിലുള്ള ആശയവിനിമയമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ച ശേഷമാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അർഹമായ എല്ലാവർക്കും ആ നിലയിൽ പാർട്ടി പ്രാതിനിധ്യം ഉണ്ടാകും. കൈരളിയല്ലേ, അങ്ങനെ പറയാൻ പറ്റൂ. എന്തായാലും ബി ജെ പി നന്നാക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലല്ലേ, മോശക്കാരനാക്കാനല്ലേ ശ്രമിക്കും. ഉണ്ട്, NDA സംവിധാനമുണ്ട്. അല്ല, കൊല്ലം ജില്ലയെ സംബന്ധിച്ചാൽ അങ്ങനെയല്ല. BDSൻ്റെ ആൾക്കാരൊക്കെ ഞാൻ ചുമതലയേറ്റ ശേഷം നേരിട്ട് കാണുകയും ഞാൻ അങ്ങോട്ട് പോയി കണ്ടവരുണ്ട്, ഇങ്ങോട്ട് വന്നവർ കണ്ടിട്ട്. തീർച്ചയായിട്ടും വലിയ വിജയം ഉണ്ടാവും. കേരളത്തിലെമ്പാടും ഉണ്ടാവും. അതിൻ്റെ ഒരു മാറ്റം കൊല്ലം ജില്ലയിലും ഉണ്ടാകും. കല്ലുവാക്കലിനെ സംബന്ധിച്ചോളം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവിടെ ഇല്ലായിരുന്നു. ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നുള്ള നിലയിലാണ് നമ്മളവിടെ ഭരണത്തിൽ വന്നത്. പക്ഷേ BJP ഭരിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ രണ്ടുപേരും ഒരുമിച്ച്, ഇടതുപക്ഷവും വലതുപക്ഷവും, CPM-ഉം കോൺഗ്രസും CPI അടക്കം ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഭരണം മുന്നോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ ആസൂത്രണമായ പരിശ്രമങ്ങളും നടത്തി. അവസാനം അവർ രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് വിശ്വാസ വോട്ടെടുപ്പ് വരുന്നതും BJPക്ക് അധികാരം പോവുകയും ചെയ്യുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിലാണ് നമ്മളവിടെ അധികാരത്തിൽ വന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ഞാൻ തൊട്ട് മുമ്പ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് 3 വർഷക്കാലം BJP ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിനു മുമ്പ് 8 വർഷക്കാലം ആ നിയോജകമണ്ഡലത്തിൻ്റെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ചുമതലയിലായിരുന്നു 2011 മുമ്പ് വരെ. നിങ്ങൾ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചല്ലേ ചിന്തിക്കുന്നുള്ളൂ. എത്രയോ പേര് BJPയിലേക്ക് വരുന്നു. കൊല്ലത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം CPM-ൻ്റെ ശക്തി കേന്ദ്രമായ കടക്കൽ നിന്ന് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി സ്റ്റാലിൻ അടക്കം, ചാത്തന്നൂർ CPM-ൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, LC സെക്രട്ടറിമാർ, അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ. ഇല്ല, അങ്ങനെ ഇപ്പം എല്ലാവരും സംസ്ഥാനത്ത് BJPയുടെ മുഖമല്ലല്ലോ. സന്ദീപ് വാര്യർ അവിടെ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ആ നിലയിൽ ചാനൽ ചർച്ചയിൽ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായ ആ മുഖത്തിന് കുറച്ചുകൂടെ പ്രദർശനം കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അഭിപ്രായമില്ല. എനിക്കറിയില്ല, PC ജോർജിനെ പോലുള്ള ആൾക്കാർ BJPയിലേക്ക് വന്നില്ലേ. കേരളത്തിലെ മുഖ്യമന്ത്രി AK ആന്റണി സാറിൻ്റെ മകൻ BJPയിലേക്ക് വന്നില്ലേ. അങ്ങനെ എത്രയോ പ്രമുഖരായ ആൾക്കാരാണ് BJPയിലേക്ക് വന്നത്.
കെ കരുണാകരൻ്റെ മകള് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് വന്നില്ലേ? അതിലും വലിയ പ്രമുഖരല്ലല്ലോ. ഞാൻ ആ പരാമർശം ശ്രദ്ധയപ്പെട്ടില്ല. ഈ സർക്കാരിന്റെ ഇതിലുള്ള ഓയിൽ ഫാമിലെ തീപിടുത്തം അറിഞ്ഞാലോ? അതെ. അവിടെ സന്ദർശിച്ചു. ആളുകൾക്കൊരു സന്ദർശിച്ചു എന്താണ് വലിയ തീപിടുത്തം അട്ടിമറി. തീർച്ചയായിട്ടും അതൊരു അട്ടിമറി തന്നെയാണ്. കാരണം അത്രത്തോളം ഞാൻ പോയതാണ്, ആ സ്ഥലം സന്ദർശിച്ചതാണ്. പക്ഷേ അതൊരു സ്വാഭാവികമായി ഉണ്ടായതല്ല. ആ കാഴ്ചയിൽ നിന്ന് മനസ്സിലായതാണ്. അതിൽ നല്ലൊരു അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ഈസ്റ്റ് ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചോളം അറിയാമല്ലോ. തൃശ്ശൂർ ഇപ്പം വന്നിട്ട് 6 മാസം ആകുന്നുള്ളൂ. അങ്ങനെ 4 വർഷം കഴിഞ്ഞാണ് തുടർച്ച ഉണ്ടാകുമെന്ന് പറയാൻ പറ്റും. രാജേട്ടനെ സംബന്ധിച്ചോളം ഇന്നും കേരളത്തിലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജിന് ദോഷം തരികയോ കോട്ടം തട്ടുകയൊന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. നേമത്ത് നമുക്ക് തുറന്നു വന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയപ്പെട്ടു. നമുക്ക് BJP-യെ സംബന്ധിച്ചോളം അറിയാമല്ലോ. നമ്മൾ 80 മുതൽ BJP കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനിയും മത്സരിക്കും, നമ്മൾ ജയിക്കുന്ന നിലയിൽ ആദ്യമായിട്ട് ജയിച്ചല്ലോ. ഇപ്പോൾ ആദ്യമായിട്ട് താമര ചിഹ്നത്തിൽ തൃശ്ശൂർ പാർലമെൻറ്റിൽ നമ്മൾ ജയിച്ചു. നേമത്ത് നിയമസഭയിൽ നമ്മൾ നേരത്തെ ജയിച്ചു. കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് ജയിച്ചു. ഇനിയും ജയിക്കും. ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. അല്ല, അതിപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഒന്നുമില്ല, അദ്ദേഹം അവിടെ വളരെ വിശാലമായ ഓഫീസ് തുടങ്ങി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. അദ്ദേഹം അവിടെ യാത്ര ചെയ്യുന്നുണ്ട്. ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൃത്യമായി അവിടുത്തെ വിഷയങ്ങൾ ഇടപെടുന്നുണ്ട്. നല്ല രീതിയിൽ യാത്ര ചെയ്യുന്നുണ്ട് അദ്ദേഹം. നല്ല വികസന പദ്ധതികൾ. തൃശ്ശൂർ കേരളത്തിൻ്റെ ഒരു മാതൃകാ മോഡലായി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം മാറും. അതിനനുസരിച്ചുള്ള പദ്ധതികൾ അവിടെ ഉണ്ടാകും. അതൊരു റോൾ മോഡലായി തന്നെ കണ്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഉയർത്തിക്കാട്ടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇല്ല, അങ്ങനെ നമുക്ക് അഭിപ്രായമില്ല. ജയിക്കുക. നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളാണ്: ചാത്തന്നൂർ, കരുനാഗപ്പള്ളി, കുണ്ട്ര, കൊല്ലം. അല്ല, BJP-യുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ദേശീയ പാർട്ടിയാണ്. അവിടെയാണ് തീരുമാനമുണ്ട്. അവരിപ്പോൾ 2 മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് തീരുമാനം എടുത്താൽ മത്സരിക്കേണ്ടി വരും. അല്ല, കെ സുരേന്ദ്രനോട് മത്സരിക്കണമെന്ന് പറഞ്ഞത് പാർട്ടിയുടെ ദേശീയ പാർട്ടിയാണ്. അല്ല, അതങ്ങനെ ആവുമല്ലോ. സ്വാഭാവികമായിട്ടും ജില്ലയുടെ ഭാരവാഹികളാണ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ മത്സരിക്കുന്നത്. സംസ്ഥാന ഭാരവാഹികളാണ് മറ്റ് സ്ഥലങ്ങളിൽ മത്സരിക്കുന്നത്. സംസ്ഥാന ഭാരവാഹികളിൽ പാർട്ടിയുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നേതാക്കളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും മത്സരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഉണ്ടാവും.